നമസ്കാരം. നിഗൂഢ കഥയുടെ ഈ രണ്ടാം ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഒരുപാട് പേർ കാത്തിരുന്ന ആ വലിയ നിഗൂഢതയിലേക്കും അതിജീവനത്തിന്റെ ആ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്കും നമുക്ക് നേരിട്ട് തന്നെ പോകാം, അല്ലേ? ഒട്ടും സമയം കളയുന്നില്ല. കഥ തുടങ്ങുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനിലൂടെയാണ്. പുലർച്ചെ കൃത്യം 4 മണി, പുറത്ത് കോരിച്ചൊരിയുന്ന മഴ. കഴിഞ്ഞ ദിവസത്തെ ആ കൊടിയ കഷ്ടപ്പാടുകൾക്ക് ശേഷം റിയാനും സംഘത്തിനും ഒടുവിൽ ഒരു വമ്പൻ കാട്ടുപോത്തിനെ കിട്ടിയിരിക്കുകയാണ്. അത്രത്തോളം ടെൻഷൻ നിറഞ്ഞ, ജീവൻ കയ്യിൽ പിടിച്ചുള്ളൊരു സാഹചര്യത്തിലൂടെയാണവർ കടന്നുപോകുന്നതെന്ന് ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ തൊട്ടു മുൻപത്തെ അവസ്ഥ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സഹിക്കാൻ പറ്റാത്ത വിശപ്പും ഭയങ്കരമായ ക്ഷീണവും. പക്ഷെ ഇപ്പോഴോ, ഈ കാട്ടുപോത്തിനെ കിട്ടിയതുകൊണ്ട് അടുത്തൊരു 4-5 ദിവസത്തേക്ക് വിശപ്പില്ലാതെ കുറച്ചൊന്ന് സമാധാനമായിട്ട് വിശ്രമിക്കാൻ അവർക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും എങ്ങോട്ടാണെന്നറിയാത്ത ആ കൊടിയ യാത്ര തുടരണം. ശരിക്കും ഒരു സർവൈവൽ ത്രില്ലർ തന്നെയാണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. പുരാവസ്തു ഗവേഷകന്റെ വിരസമായ ജീവിതം. ശരിക്കും റിയാൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയത്? പുള്ളിയുടെ ഭൂതകാലം നോക്കിയാൽ മെക്സിക്കോയിലും ഈജിപ്തിലുമൊക്കെയായിട്ട് ഭയങ്കര ആവേശകരമായ പര്യവേഷണങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയോ, ഇന്ത്യയിലൊരു ഗ്രാമത്തിൽ ഒരു ബ്രിട്ടീഷ് കമ്പനിക്കു വേണ്ടി പഴയ കുറച്ച് ഫയലുകളൊക്കെ വായിച്ച് വല്ലാതെ ബോറടിച്ചിരിക്കുകയാണ് പുള്ളി. തീർത്തും വിരസമായ ഒരു ജീവിതം. പക്ഷെ ഈ ബോറടിൽ നിന്നാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ വലിയ നിഗൂഢതയിലേക്ക് റിയാൻ വലിച്ചിഴക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇമാനുവേലിന്റെ അടിയന്തര സന്ദേശം. ആ വിരസമായ ദിനചര്യകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് ഒരു വെളുപ്പാൻ കാലത്ത് വന്ന ഈയൊരു മെസ്സേജാണ്. എമാനുവൽ അയച്ച ആ സന്ദേശത്തിലെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വളരെ ഗൗരവമേറിയ ഒരു ജോലി വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എത്തുക, ബാക്കിയെല്ലാം നേരിൽ. എന്താണ് കാര്യമെന്ന് ഇതിലും മനഃപൂർവ്വം മറച്ചുവെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു ദുരൂഹത ഈ വാക്കുകളിൽ തന്നെയുണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എമാനുവൽ വെറുമൊരു ബോസ് മാത്രമല്ല എന്നതാണ്. 3-4 അപകടകരമായ യാത്രകളിൽ റിയാന്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എമാനുവൽ ഇതൊരു സീരിയസ് കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ, അത് വെറുമൊരു സാധാരണ ജോലിയല്ല, വലിയൊരു സാഹസികത തന്നെയായിരിക്കുമെന്ന് റിയാന് 100% ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ 3-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്, അജ്ഞാതമായതിലേക്കുള്ള യാത്ര. മെസ്സേജ് കണ്ടതും പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാൻ റിയാൻ നിന്നില്ല. വളരെ വേഗത്തിൽ തന്നെ ബാഗുകൾ പാക്ക് ചെയ്തു, പെട്ടെന്ന് കിട്ടിയ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, നേരെ ബ്രിട്ടനിലേക്ക് വെച്ചുപിടിച്ചു. ശരിക്കും ആ ഒരൊറ്റ സന്ദേശം പുള്ളിയെ എത്രത്തോളം എക്സൈറ്റഡ് ആക്കിയെന്ന് ഈ ഒരു ധൃതിയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് മിനിറ്റിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഏകദേശം 24 മണിക്കൂർ നീളുന്ന ഒരു കണക്റ്റിംഗ് യാത്രയാണ് റിയാന്റെ മുന്നിലുള്ളത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെ ആ 24 മണിക്കൂർ ഒരു വിമാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും കാര്യങ്ങൾ അറിയാൻ ഇനിയും കാത്തിരിക്കണമല്ലോ എന്നോർത്ത് റിയാൻ ആ സീറ്റിലിരുന്ന് ഒന്ന് മയങ്ങാൻ ഈ സമയം ഉപയോഗിക്കാം. അജ്ഞാതമായ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് റിയാൻ പറക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ബ്രിട്ടനിൽ റിയാനെ കാത്തിരിക്കുന്ന ആ ഗൗരവമേറിയ ജോലി ശരിക്കും എന്തായിരിക്കും? ഇതിനു മുൻപ് അയാൾ നേരിട്ടതിനേക്കാളുമൊക്കെ വലിയൊരു വെല്ലുവിളിയാകുമോ അത്? എന്തായാലും ആ നിഗൂഢതകൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അതെന്താണെന്നറിയാൻ അടുത്ത വിശദീകരണത്തിനായി കാത്തിരിക്കുക.